നാടൻ ടേസ്റ്റിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റംബൂട്ടാൻ പച്ചടിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഏവർക്കും ജോപ്പൻസ് കിച്ചണിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. റംബൂട്ടാൻ പച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 10ഓളം റംബൂട്ടാനാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്കിതിന്റെ തൊലി പൊളിച്ച് അതിന്റെ കുരു കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് വെക്കാം. ഇനി നമുക്ക് അടുപ്പത്തൊരു പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന റംബൂട്ടാൻ ഒന്ന് ഇട്ട് കൊടുക്കാം. റംബൂട്ടാൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് രണ്ടായിട്ട് കീറിയതും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. റംബൂട്ടാൻ വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് പച്ചടിക്ക് ആവശ്യമായ അരപ്പൊന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിനായി ഞാൻ ഇവിടെ 1/4 മുറി ചിരകിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ഈ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 5 ചെറിയ ഉള്ളിയും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ കടുകും കുറച്ച് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ അരപ്പ് ഞാൻ ഇവിടെ നല്ലതുപോലെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ കൂടെ തന്നെ 1/2 കപ്പ് പുളിയില്ലാത്ത നല്ല ഉടച്ച തൈരും കൂടെ എടുത്ത് വെക്കാം. ഇനി നമുക്ക് റംബൂട്ടാന്റെ വേവ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വെള്ളമൊക്കെ വറ്റി ഇവിടെ ആവശ്യത്തിന് റംബൂട്ടാൻ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതേ പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം കൂടെ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെണ്ടയ്ക്ക പച്ചടിയുടെയും കോവയ്ക്ക പച്ചടിയുടെയും വീഡിയോ കാണാത്തവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെ ചെറുതായിട്ട് ഒരു തിള വരുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തൈരും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ നല്ലതുപോലെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ പച്ചടി ഒന്ന് താളിച്ചെടുക്കാനായിട്ട് ഒരു ചെറിയ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് വന്നതിന് ശേഷം ഇതിന്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് നമുക്കിത് പച്ചടിയിലിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ റംബൂട്ടാൻ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് കമന്റിലൂടെ സെൻഡ് ചെയ്യുക. ഞാൻ റിൻസി ജോബീഷ്. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.